ഈ ചർച്ച ലീഗിനെ കേന്ദ്രീകരിച്ച് വരണമെന്നൊരു ദുരുദ്ദേശവുമില്ലായിരുന്നു. പക്ഷേ ആനന്ദ്, ഇത് ചർച്ച ചെയ്യേണ്ടി വരുന്നത് ഇപ്പോൾ ഈ ലീഗിനൊരു അപ്രമാദിത്വം എന്ന പശ്ചാത്തലത്തിലാണ്. രമേശ് ചെന്നിത്തല അത്യാവശ്യമാണ് എന്ന ഒരു നീക്കുപോക്കിലേക്ക് കാര്യങ്ങൾ പോകുന്നത്. അതുകൊണ്ടാണിത് പരിശോധിക്കേണ്ടി വരുന്നത്. അതുപോലെ തന്നെ KC പക്ഷത്തിന് ഈ പറയുന്ന പ്രാതിനിധ്യം ഉറപ്പാക്കേണ്ടതുണ്ട്. അവർക്ക് പാർലമെന്ററി പാർട്ടിയിൽ നല്ല മേധാവിത്വം ഉണ്ടായിട്ടും ലീഗിന്റെ ശക്തമായ പിന്തുണ സതീശനിൽ കേന്ദ്രീകരിക്കപ്പെട്ടതുകൊണ്ടാണ് ഇതെല്ലാം സമവാക്യങ്ങളെല്ലാം മാറി മറിഞ്ഞത്. അതുകൊണ്ട് ആ രൂപത്തിലാകണം കോമ്പിനേഷൻ ഉണ്ടാകേണ്ടത്. ആ സാഹചര്യം വന്നതുകൊണ്ടാണ് നമുക്ക് അതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടി വരുന്നത്. ആനന്ദ്, വേഗം ഇതിലൊരു പാറ്റേൺ കാണുന്നുണ്ട്. ഇപ്പോൾ ഈ നേരത്തെ ശ്രീത്ത് പറഞ്ഞതുപോലെ ഒരു ജനവികാരം എന്ന് പറയുന്ന ഒരു സംജ്ഞ കൊണ്ടുവരുന്നു. അതാണ് പിന്നീട് എല്ലാം നിയന്ത്രിക്കുന്നതും നിർണ്ണയിക്കുന്നതും. കുഞ്ഞാലിക്കുടി തുടങ്ങി വെക്കുന്നു, സാദിഖ് അലി തങ്ങൾ അതിന് അപ്രമാദിത്വം നൽകുന്നു. അത് കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ KC ക്യാമ്പ് പറയുന്നത് ഈ ജനവികാരം എന്ന് പറയുന്നത് KCയെ മാത്രം ലക്ഷ്യമിട്ട് ഉള്ളതായിരുന്നു. അത് KCക്കെതിരാണ് എന്ന പ്രതീതി സൃഷ്ടിക്കാൻ ഉദ്ദേശിച്ചുള്ളതായിരുന്നു. ആ പ്രയോഗം തന്നെ വന്നത് അങ്ങനെ KC ഇല്ലാതാക്കുക എന്ന ലക്ഷ്യമിട്ടുകൊണ്ടാണ് എന്ന്. അതിനോട് തുടർന്നാണ് ഈ പ്രതിഷേധങ്ങളിലുള്ള മുസ്ലിം ലീഗിന്റെ സാന്നിധ്യം കാണുന്നത്. അതിനോട് ചേർത്താണ് ചില കോൺഗ്രസ് സ്ഥാനാർത്ഥികളുടെ വിജയം ഉറപ്പാക്കിയത് ലീഗാണ്. അവർ പക്ഷേ KC പക്ഷത്തേക്ക് ചാഞ്ഞപ്പോൾ അവർ പുറത്തിറങ്ങി നടക്കാൻ കഴിയാത്ത തരത്തിലുള്ള ആൾക്കൂട്ട ഭേദ്യം ചെയ്യലിലേക്ക് കാര്യങ്ങൾ പോകുന്നത്. അതിൽ നിന്ന് ഒരു ഘട്ടത്തിൽ ഷാഫി പറമ്പിലിന് പോലും ഇമ്മ്യൂണിറ്റി കിട്ടാതെ പോയത്. ഷാഫി ഇതേപോലെ പ്രതീകവൽക്കരിച്ചതാണ് ലീഗിന്റെ അണികൾ. പക്ഷെ അതേപോലെ തന്നെ ഡീമണൈസ് ചെയ്തു ഷാഫിയെ. അപ്പോൾ ഈ ഒരു പാറ്റേൺ കാണുമ്പോൾ ഇത് യാദൃച്ഛികമാണെന്ന് കരുതാൻ കഴിയുമോ ആനന്ദ്? അല്ല വേണു, ഈ ചർച്ച ഒരു വർഗീയ തലത്തിലേക്ക് നീങ്ങുന്നത് ദൗർഭാഗ്യകരമാണ്. വേണുവിനെ പോലെ 20 വർഷത്തിൽ കൂടുതലായി ഈ ജോലി ചെയ്യുന്ന ഒരാൾ ഇങ്ങനെ ഒരു അതിന്റെ സാഹചര്യമാണ് ഞാൻ പറഞ്ഞത്. വർഗീയമായിട്ട് തിരിക്കാൻ പാടില്ലായിരുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം. അതെ, എനിക്ക് മനസ്സിലായി. പക്ഷേ എങ്കിലും ഇവിടെ ഇപ്പം പറഞ്ഞ ചില യുക്തികളുണ്ടല്ലോ. അതായത് തവനൂര് ജോയ്ക്ക് ജയിക്കാം, അല്ലെങ്കിൽ ഷിയാസിന് കൊച്ചിയിൽ ജയിക്കാം എന്ന് പറയുന്ന, എന്നാൽ മറ്റ് 130 അതിൽ കൂടുതൽ മണ്ഡലങ്ങളിലും അങ്ങനെ പറ്റില്ല എന്ന് പറഞ്ഞില്ലേ? അത് നേരെ തിരിച്ചാണ്. ഇവിടെ 7-8 അങ്ങനെ മണ്ഡലങ്ങൾ ഉണ്ടാകും ഇപ്പോഴും കേരളത്തിൽ. ഈ യുക്തി ഇതുവരെ കേരളത്തിൽ വേണുവിന്റെ ഒരു ഉദാഹരണം ആനന്ദ്, ഒരു സെക്കൻഡ്. അല്ലല്ല, ഒരു സെക്കൻഡ്. പ്രശാന്തിന്റെ ബൈലൈൻ സ്റ്റോറി ആരെ പറ്റിയാ? അല്ലല്ല, ഒരു സെക്കൻഡ്, എനിക്കത് ക്ലിയർ ചെയ്തേ പറ്റൂ. ലീഗിനെ പറ്റിയാണ്. ഇനി താഴെ, വെൻ കോൺഗ്രസ് സ്പ്ലിറ്റ് ഫേം IUML ഡ്രൂ ദ ലൈൻ ഫോർ സതീശൻ. വിശദമായ വാർത്തകളാണ്. KC വിൽ റിമെയിൻ ഇൻ ദ ഗെയിം വിത്ത് പവർ പ്ലേ, സേ ഹിസ് സപ്പോർട്ടേഴ്സ്. എല്ലാത്തിലും വരുന്നത് ഈ ലീഗിന്റെ റോളിനെ പറ്റിയാണ്. ഒരു മുഴുവൻ പേജ്. ആനന്ദേ, അതുകൊണ്ട് വേണുവിന്റെ തലയിൽ അത് വെക്കണ്ട. അല്ല, അത് പ്രശാന്ത് കോഴിക്കോട്ടിരുന്ന് പ്രശാന്ത് പടച്ചു വിടുന്നതിനൊന്നും വേണുവിനോ എനിക്കോ ഒരു പ്രത്യേകിച്ച് അതിന് ഉത്തരവാദിത്വമൊന്നും ഇല്ലല്ലോ. പ്രശാന്ത് അവിടെ കോഴിക്കോട് വർഷങ്ങളായിട്ട് ഇരിക്കുന്ന ആളാണ്. അദ്ദേഹം ലീഗിനെയും ഒക്കെ ട്രാക്ക് ചെയ്യുന്ന ആളാണ്. പക്ഷെ പ്രശാന്ത് എഴുതുന്നത് അദ്ദേഹം ബ്യൂറോ ചീഫാണ്. അദ്ദേഹം എഴുതിയ ലേഖനം കോട്ട് ചെയ്തുകൊണ്ട് നമുക്ക് സംസാരിക്കേണ്ടി വന്നിട്ടില്ലേ? KC വേണുഗോപാലിനെ അവിടെ ഓടിക്കാനായിട്ട് ഒരു ചേരി പ്രവർത്തിക്കുന്നുണ്ട്. അവരുടെ താല്പര്യം അങ്ങനെയാണ് എന്നതടക്കം. അല്ലെന്നേ, ലേഖനങ്ങൾ തമ്മിലുള്ള മത്സരമല്ലല്ലോ ഇത്. കോട്ട് ചെയ്യേണ്ട സാഹചര്യം കോട്ട് ചെയ്യുന്നുണ്ട്. അതാണ് പറയുന്നത്. ജനറൽ സെക്രട്ടറി ഓർഗനൈസേഷൻ, സംഘടനാ സെക്രട്ടറി എന്ന പദവി വഹിച്ചുകൊണ്ട് ഇവിടെ ചുളുവിൽ മുഖ്യമന്ത്രിയാകാൻ പറ്റും, 102 സീറ്റ് കിട്ടിയതുകൊണ്ട് ചുളുവിൽ മുഖ്യമന്ത്രിയാകാൻ പറ്റുമെന്ന് കരുതിയത്, അത് എന്താണ്, അതിനെ വളരെ സാമാന്യവൽക്കരിക്കുക എന്നുള്ളത് വേണു ചെയ്യുന്നത് ഒട്ടും ശരിയല്ല. ഇവിടെ സതീശന്റെ പിന്നിൽ ജനവികാരമുണ്ടായിരുന്നു. ശരിയാണ്, ഈ പറഞ്ഞ ഒരു കാര്യം ശരിയാണ്. ലീഗ് ഔട്ട് ഓഫ് ദി വേ, അവർ ചെയ്യുന്നുണ്ട്. അവര് സറ്റിലായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ അവർ വളരെ പ്രത്യക്ഷമായിട്ട് ചെയ്യുകയും അത് ഇങ്ങനെ ഒരു വ്യാഖ്യാനിക്കാവുന്ന തലത്തിലേക്ക് എത്തിക്കുകയും BJPയും ഇവിടെ ഇടതുപക്ഷവും ഇവിടെ മറ്റ് ചില ആൾക്കാരും തൽപര കക്ഷികളും അതിനെ വളച്ചൊടിക്കുകയും ചെയ്യും എന്നുള്ളത് ശരിയാണ്. പക്ഷേ അപ്പോഴും ലീഗിന്റെയും ജമാഅത്തെ ഇസ്ലാമിയുടെ, ഇവിടെ പേര് പറഞ്ഞിട്ടില്ലല്ലോ, ജമാഅത്തെ ഇസ്ലാമി ഇതിലൊരു പ്ലെയറാണ്. മീഡിയ വൺ ചാനൽ ഒരു പ്ലെയറാണ്. അപ്പോൾ അവരുടെയൊക്കെ പലതരത്തിലുള്ള കുൽസിത പ്രവർത്തനങ്ങൾ നടത്തി അത് പോട്ടെ. പക്ഷേ അത് പറഞ്ഞുകൊണ്ട് വേണുഗോപാലിന് ഇവിടെ 102 സീറ്റ് കിട്ടിയതുകൊണ്ട് സതീശന് ഇവിടെ ജനവികാരമില്ലായിരുന്നു. ഇവിടെ എല്ലാ സമുദായങ്ങളും, ഇവിടെ മുസ്ലിം സമുദായം മാത്രമല്ല സതീശൻ മുഖ്യമന്ത്രിയാകണമെന്ന് അവർ ഇവിടെ പൊതുജനവികാരം ഉണ്ടാക്കിയത്. ഇവിടുത്തെ ഈ മധ്യകേരളത്തിലെ ക്രിസ്തീയ സമുദായവും സതീശന് അനുകൂലമായിരുന്നു. അതെന്താണ് വേണു കാണാത്തത്? ഇവിടെ ക്രിസ്ത്യൻ മുസ്ലിം സംഘർഷമായിരുന്നല്ലോ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ ഒരു വലിയ സ്റ്റോറി. ഇത്തവണ അത് ഉണ്ടായില്ല. ഈ ഷിയാസ് മത്സരിക്കുന്ന കൊച്ചി മണ്ഡലത്തിൽ 30,000 മുസ്ലിങ്ങളാണ് ആകെയുള്ളത്. വേണുവിന് കണക്ക് വേണമെങ്കിൽ പരിശോധിക്കാം.